ഹായ് കൂട്ടുകാരെ, സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ക്യാൻവാസ് നെക്കെന്ന് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒട്ടും അറിയത്തില്ലാത്ത തുടക്കക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നല്ല, എൻ്റെ എല്ലാ വീഡിയോയിലും ഒട്ടും അറിയത്തില്ലാത്ത തുടക്കക്കാരുണ്ടാവും. അവർക്കൊരു ക്യാൻവാസ് നെക്ക് എങ്ങനെ തയ്ക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ പേപ്പറാണ് നമ്മൾ ക്യാൻവാസ് ആയിട്ട് പറയുന്നത്. ഇത് പല സൈസിലുള്ളതുണ്ട്, നല്ല കട്ടിയുള്ളതുണ്ട്, ഷർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല വക്രം പോലുണ്ട്. ഇത് മീഡിയം സൈസാണ്, തീരെ സോഫ്റ്റ് അല്ല, ഇടത്തരം. അത് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ ആദ്യം മുറിച്ചെടുത്തു. ഒരു 5 ഇഞ്ച് വീതിയിലും ഒരു 9 ഇഞ്ച് നീളത്തിലും ഞാൻ മുറിച്ചെടുത്തു. നിങ്ങൾ കണ്ടു കാണും. കഴുത്ത് ഞാൻ അടയാളപ്പെടുത്തുക. 3.5 ഇഞ്ചാണ് ഞാൻ കഴുത്ത് വീതി എടുക്കുന്നത്, 3.5 ഇഞ്ച്. അതിൻ്റെ ഇറക്കം കഴുത്തിന് നമുക്കൊരു 6.5 എടുക്കാം. 6.5 ഇഞ്ച് ഞാൻ ഇറക്കമെടുത്തു, 3.5 ഇഞ്ച് വീതി. ഇനി നമുക്ക് ആ 3.5 ഇഞ്ച് വീതിയും ഇറക്കവും ചേർത്തൊരു ചതുരം ഞാൻ വരയ്ക്കുക. ചതുരം വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഷേപ്പ് നമ്മൾ ഇതിനകത്ത് അടയാളപ്പെടുത്തുന്നു. ഇനി ഞാൻ താഴേക്ക് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുകയാണേ, കഴുത്തിൻ്റെ വാല് താഴോട്ട് വരയ്ക്കാനാണ്. ഒരു ആലിലെ ഷേപ്പിലൊരു കഴുത്ത് വരയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ മനോധർമ്മം പോലെ നമുക്കത് വരച്ചെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. തുറന്നിങ്ങനെ യു ആയി പോകാതെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ 1 ഇഞ്ച് താഴേക്ക് ഒരു 4 ഇഞ്ച് അകലത്തിലാണ് താഴെ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ എല്ലാ വരയിന്നും 1 ഇഞ്ച് വീതം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ അളവിലെ അവിടുന്ന് കൃത്യം 1 ഇഞ്ച് കറക്റ്റ് നമുക്ക് നോക്കി ഇങ്ങനെ അടയാളപ്പെടുത്തണം. എല്ലായിടത്തുനിന്നും ഈ വളവേലെല്ലാം ഇങ്ങനെ പിടിക്കണം. ഓരോ ഇഞ്ച് നമ്മൾ ഇറക്കിയേക്കുന്നേ അതനുസരിച്ച് അവിടെ വരച്ചു. എന്നിട്ട് നമുക്കിനിയും ആ ലൈനെല്ലാം ഞാൻ ചേർത്ത് വരച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഇടണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, കഴുത്ത് നമ്മൾ വെട്ടി കഴിയുമ്പം കഴുത്ത് വിട്ടു പോകാതിരിക്കാനാണ്. പണ്ടൊന്നും നമ്മളിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ പാടാണ്, കഴുത്തിൻ്റെ കറക്റ്റ് ഷേപ്പിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പം കറക്റ്റ് നമ്മൾ എത്ര വിട്ടെടുത്താലും അതുപോലെ തന്നെ നിന്നോളുമല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണേ. എന്നിട്ട് നമുക്ക് ഈ 1 ഇഞ്ച് അകലത്തിൽ ഇതൂടെ വെട്ടിയെടുക്കാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ പേപ്പർ ക്യാൻവാസിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു വശത്ത് ഒരു മിനുസമുള്ള ഭാഗവും ഒരു വശം മിനുസമില്ലാത്ത ഭാഗവുമാണ്. ഇതാണ് നമ്മുടെ കഴുത്ത്. അപ്പം നമുക്ക് ഈ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല തുണിയുടെ ഒരു പീസ്, ഇത് വെക്കാനുള്ള ഒരു വലിപ്പത്തിലൊരു പീസ് എടുക്കുക നമ്മൾ. എന്നിട്ട് നമുക്ക് ആ അളവ് കട്ട് ചെയ്തിങ്ങെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നോക്കണം, നമ്മൾ ആ പശയുള്ള ഭാഗം ഫേസ് ചെയ്തിരിക്കണം തുണിയിലോട്ട്. തുണിയുടെ മോശം വശത്താണ് വെക്കേണ്ടത്, അത് മറക്കല്ലേ, തുണിയുടെ മോശം വശത്ത്. എന്നിട്ട് ചൂടായ അയൺ ബോക്സ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചേർത്തങ്ങ് പിടിപ്പിക്കാം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇട്ടങ്ങ് തേക്കല്ലേ, അന്നേരം ചുരുണ്ടൊക്കെ പോവും. അപ്പം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ചിങ്ങെടുക്കുക. ഇനി നമ്മൾ അടുത്തത് അങ്ങനെ പിടിപ്പിച്ചെടുത്ത ആ ക്യാൻവാസ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ ഞാൻ പിടിപ്പിക്കുക. എനിക്ക് ഒരു കുറച്ച് ഭാഗം കാണിക്കാൻ പറ്റാതെ പോയി, പറയാം കേട്ടോ. അടുത്ത ബാക്ക് പാർട്ട് നിങ്ങളെ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഇത്രയും നിങ്ങൾ നോക്കുക. ഞാൻ ചെയ്ത ഒരു ചെറിയ തയ്യൽ നിങ്ങൾ കണ്ടില്ല. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ് രണ്ടും ചേർത്ത് വെച്ചിരുന്ന തുണിയിലോട്ട് ഈ നമ്മുടെ ക്യാൻവാസ് എടുത്ത് കറക്റ്റ് സെൻറ്ററിൽ ചേർത്ത് ഞാനൊന്ന് തയ്ച്ച് വെച്ചു, തെന്നിപ്പാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തയ്ക്കണം. ഈ സൈസ് മെഷീനിൽ അല്ലെങ്കിൽ ഈ നമ്മൾ മോട്ടർ വെച്ച് തയ്ക്കുന്ന മെഷീനെ തയ്ക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോരോ സ്റ്റിച്ച് വെച്ച് വേണം ഈ നമ്മൾ വളച്ച് വരച്ചിട്ടില്ലേ താഴേക്ക്, ആ ഷേപ്പിലൂടെ പോകണം. ക്യാൻവാസിൽ ഒരു കാരണവശാലും മുട്ടരുത്, കയറി തയ്ക്കരുത്. എന്നാൽ ക്യാൻവാസ് വിട്ട് ഒത്തിരി അകത്തോട്ടും പോകരുത്. അങ്ങനെ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ നല്ല ശ്രദ്ധയോടെ ആ ഷേപ്പിലൂടെ തന്നെ തയ്ക്കുന്നു. ഇപ്പം ചില സമയത്ത് നമ്മുടെ ഈ ഇത് തിരിഞ്ഞ് വരാതിരിക്കുമ്പോൾ നമുക്ക് ആ പ്രഷർ ഫൂട്ട് പതുക്കെ ഉയർത്തി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലൂടെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ സൈഡ് തയ്ക്കുന്ന കാണിച്ചില്ല, അത് ബാക്ക് പാർട്ടൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ട് നമ്മൾ വെട്ടിക്കളയുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണ്ടവർക്ക് 1/2 ഇഞ്ച് ഇടാം, 1/4 1/4 നമുക്ക് ഇഷ്ടമുള്ളത്രയും നമ്മൾ അതേ ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സ്പീഡിലൊന്നും വേണ്ട, അത് കറക്റ്റ് പോയിൻറ്റിൽ. ഞാൻ എന്നിട്ട് ഈ ത്രെഡ് കട്ടർ ഉപയോഗിച്ചല്ലേ ഇത് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യുക. ഇതിന് ഭയങ്കര മൂർച്ചയാണ്, നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നല്ല പരിചയമുള്ളവർ മാത്രമേ ദയവേത് ഇങ്ങനത്തെ ഉപകരണം ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ കത്രിക മതി. നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിലും ശ്രദ്ധിക്കണം. ഈ സൈഡൊക്കെ അധികം അളവില്ലല്ലോ,
അവിടെയൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ തയ്യലിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പിന്നെ നമുക്കിത് കളയാനേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മളിനി ഇത് അകത്തോട്ട് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ ഈ ഭാഗമില്ലേ, ആ ഷേപ്പുള്ള ഭാഗം, ആ ഷേപ്പുള്ള ഭാഗം നമുക്ക് ഞാനീ കാണിക്കുന്നതും നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത പണിയാണ് എന്നും പറഞ്ഞ് കാണിച്ചു തരിക അല്ലേ. എൻ്റെ കയ്യിലിപ്പോൾ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കത്രിക ഉപയോഗിച്ചത്. കത്രിക ഉപയോഗിക്കല്ലേ, കത്രിക ഉപയോഗിച്ചാൽ പോയിൻ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ ഭാഗം മുറിഞ്ഞ് കയറി പോരും കിഴിഞ്ഞ്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ല സ്ക്രൂ ഡ്രൈവറിൻ്റെ സൈഡോ അങ്ങനെയൊക്കെയുള്ള എന്നതെങ്കിലും ഉപയോഗിച്ച്, ഒത്തിരി ഷാർപ്പായത് വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ അരികിലൂടെ പതിച്ചടിക്കുക. ഏറ്റവും ശ്രദ്ധിച്ച് വേണം ഇതും തയ്ക്കാൻ. ഇവിടെ ഈ പതിച്ചടിക്കുന്ന സമയത്തും ആ ഷേപ്പിൻ്റെ ഭാഗത്തിനൊക്കെ എന്തെങ്കിലും കയറി ഇറങ്ങി വന്നാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്നും ഞാൻ പറയുന്ന പോലെ, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി തയ്ച്ചു കഴിഞ്ഞൊരു പലരും കാണും, നിങ്ങളുടെ ഏതെങ്കിലും പഴയ തുണിയിൽ നിങ്ങൾ ഈ ക്യാൻവാസ് വെച്ച് 1-2 യു കഴുത്തുമൊക്കെ തയ്ച്ചങ്ങ് ശീലിക്കണം. അപ്പം നമുക്ക് എളുപ്പമാകും. സത്യത്തിലുണ്ടല്ലോ, എനിക്ക് എൻ്റെ ആദ്യകാലത്ത് എനിക്കിതുപോലെ ഒരു വക്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ എന്ത് കൊതി ഉണ്ടായിരുന്നറിയോ. എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാനൊക്കെ പഠിച്ചെടുത്തത്. ഇപ്പം നിങ്ങളൊക്കെ എത്ര ഭാഗ്യവതികളാണ്. ഏതെല്ലാം സൈസിലുള്ള തയ്യലുകൾ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാനായിട്ട്. അപ്പം ആവശ്യമുള്ളവർ ഇത് കാണുക, കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് കൂടെ തരിക. വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഇനി ഇതൊരു വേറൊരു മാർഗ്ഗമാണേ. നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ എന്നാടുക്കുന്നറിയാവോ, ക്യാൻവാസ് ഹെം ചെയ്ത് തയ്ച്ച് കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുക ചെയ്യാറുള്ളത്. ഇതൊരു നല്ല എളുപ്പപ്പണിയാണ്. എന്നാ ചെയ്ത് നിങ്ങൾ കണ്ടോ, ഫ്രണ്ട് പാർട്ടിലെ തുണി മാറ്റിക്കളഞ്ഞിട്ട് ക്യാൻവാസ് ഈ ലൈനിങ് തുണിയിലേക്ക് ഞാൻ അടിച്ചു പിടിപ്പിക്കുക. അതും നമുക്ക് നല്ല എളുപ്പമാണ്. പിന്നെ തയ്ക്കാനൊന്നും പോകണ്ട, ഷേപ്പിൽ അതിരുന്നോളുകയും ചെയ്യും. നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഇത് റൗണ്ടിൽ ഞാനങ്ങ് തയ്ച്ചെടുക്കുന്നു. തിരിച്ചു പിടിച്ചും തയ്ക്കാം. ഇത് ഞാൻ പിന്നെ അകത്ത് വെച്ചാൽ തയ്ച്ചേക്കുന്നത് കണ്ടോ, ചേർന്ന് വന്നു. ഇപ്പോൾ കഴുത്തൊക്കെ നല്ല ഷേപ്പിലായില്ലേ. കാണിക്കാം നിങ്ങളെ. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ തയ്ച്ച് നോക്കണം. ഇനി ബാക്ക് പാർട്ടോടെ ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ കാണിക്കുക. വേണ്ടവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എളുപ്പത്തിൽ കാണിച്ചു തരികയാണ്. ബാക്ക് പാർട്ട് ഒരു യു കഴുത്ത് തയ്ക്കാൻ വേണ്ടി മുമ്പത്തെ പോലെ ഞാനൊരു അളവിൽ ഒരെണ്ണം എടുത്തു. 5 ഇഞ്ച് ആണ്, 4.5 ഇഞ്ചാണ് കഴുത്തെടുത്തേക്കുന്നത്. കഴുത്തിന് യു ഷേപ്പിൽ വരച്ചു. കണ്ടല്ലോ, ഇനി പ്രത്യേകിച്ച് ഫാഷനൊന്നുമില്ല. യു ഷേപ്പാകുമ്പോൾ നല്ല എളുപ്പമാണ്. ഇനി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഇവിടുന്ന് കറക്റ്റ് 1 ഇഞ്ച് എല്ലാ ഭാഗത്തും 1 ഇഞ്ച് പിടിച്ച് നമ്മൾ പോയിൻ്റ് ചെയ്ത് വെക്കുന്നു. കണ്ടല്ലോ, അളവ് കറക്റ്റ് 3.5 നോക്കണം കേട്ടോ, അല്ലെങ്കിൽ 2 ഭാഗം തമ്മിൽ മാറിപ്പോകും. പിന്നെ ക്യാൻവാസ് കഴുത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. 3.5 എടുത്താൽ 3.5 ആയിരിക്കും, അല്ലാതെ 3.5 3.25 ആകുകയില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുമ്പത്തെ പോലെ തന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ വെച്ചിട്ടാണ് ബാക്കി വെട്ടുന്നത്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. കഴുത്ത് അതേ ഷേപ്പിൽ നമ്മുടെ യഥാർത്ഥ തുണിയിൽ പിടിപ്പിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയാണേ. എന്നിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുന്നു. ആ 1 ഇഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ മടക്കുപാടൊക്കെ വളരെ കറക്റ്റായിരിക്കണേ, അത് നോക്കിക്കോണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടാൽ പോരാ, തയ്ക്കണം. തയ്ച്ചിട്ട് അഭിപ്രായം എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മിഡ് പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റ് എപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ആ സെൻറ്റർ പോയിൻറ്റിൽ ഒരു കട്ടുവിട്ട് കൊടുത്തേക്കാം. ഉണ്ടോ, കറക്റ്റ് ആയിരിക്കണം. അത് നോക്കിയേ. അവിടെയും വെക്കാം, ഇവിടെ വേണേ ഒന്ന് കൊടുത്തേക്കാം. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ചുരിദാറിൻ്റെ പീസയിലോട്ട്, ഇത് ബാക്ക് പീസാണ് ഇരിക്കുന്നത് കേട്ടോ, ബാക്ക് പീസും ലൈനിങ്ങും ആയിരിക്കുന്നത്. നമുക്ക് അതിലോട്ടൊരു പീസ് നല്ല തുണിയുടെ മോശം വശത്തേക്ക്, ഇതിന് മോശവും നല്ലൊന്നും തിരിച്ചറിയുന്നില്ല, വശത്തേക്ക് ഞാൻ വെച്ചു. മുമ്പ് കാണിച്ച പോലെ തന്നെ ഒന്നുകൂടെ പറയാം. പശയുള്ള ഭാഗം എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം, തുണിയിലേക്ക് ഫേസ് ചെയ്തിരിക്കണം. മോശം ഭാഗത്താണ് വെക്കുന്നത്. മുമ്പത്തെ പോലെ അയൺ ചൂടാക്കി നമ്മളൊന്ന് തേച്ച് പിടിപ്പിക്കും. ഒരുപാട് തേക്കണ്ട, ഒരുപാട് തേച്ചാൽ ഇത് പൊങ്ങിങ്ങി പോരും വീണ്ടും. അപ്പം നമുക്കിതിപ്പം പ്രസ് ചെയ്തിരിപ്പുണ്ട്. ഒരു 1/2 ഇഞ്ച് വിട്ട് നല്ല തുണി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. എനിക്ക് മുമ്പത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കൊതുക് കടിക്കുന്നതേ, സന്ധ്യാസമയം കയറായി. ഈ സമയത്തൊരു കൊതുക് കയറിച്ചുള്ള. എന്നിട്ട് ഈ റൗണ്ട് ഭാഗം ഒരു 3-4 കട്ടിട്ട്, ഒത്തിരി കട്ടിട്ടിടണ്ട, 3-4 കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് തയ്ക്കുന്ന കാണിക്കാം. മുമ്പ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഈ തന്നെയുള്ള വീഡിയോ എടുപ്പ് നല്ല കഷ്ടപ്പാടാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നവർ ഒരു ലൈക്കൊക്കെ തന്നു.
കണ്ടോ? കട്ട് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ മടക്കി വിടാം. അല്ലെങ്കിൽ ചുളുങ്ങിയാണ് മടങ്ങുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് മടക്കി വിടാം. കണ്ടോ? അങ്ങനെ നമ്മൾ മുഴുവനും മടക്കിയെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതാ നിങ്ങളെ മുമ്പ് ഞാൻ കാണിക്കാതെ പോയ ഭാഗം. അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു ചോക്കിന് മാർക്ക് കൊടുക്കുന്നു. മേളിൽ പിന്നെ കട്ടിങ് ഉണ്ടല്ലോ. കണ്ടോ? നല്ല ചുരിദാറിൻ്റെ നല്ല തുണിയല്ല, നല്ല തുണിയും ലൈനിങ് തുണിയുടെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുന്നു. നിങ്ങൾ പിൻ കുത്തി തന്നെ വെക്കണം കേട്ടോ. ഞാൻ ചേർത്ത് വെച്ചിരുന്നതാണ്. കണ്ടോ? ആ നടുക്ക് സെൻറ്റർ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു തയ്യലങ്ങ് ഞാൻ തയ്ക്കും. വലിയ കാണിയിട്ട് ഇച്ചിരി ഒരു 5-6 ഇഞ്ച് താഴേക്ക് തയ്ക്കും. അപ്പം നല്ലതായിട്ട് അവിടെ ഇരുന്നോളും. അത് പിന്നെ നമുക്ക് കഴിച്ച് കളഞ്ഞാൽ മതി. ഇനിയും എല്ലാം നേരെ വെച്ചിട്ട് ഒന്നുകൂടെ നേരെ വെച്ചിട്ട് നമുക്ക് ഇതിലേ പോയോ അവനെ എടുത്ത് കറക്റ്റ് ആ മിഡ് പോയിൻ്റ് രണ്ടും തമ്മിൽ ഒരുപോലെ വെക്കുന്നു. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്നതും കറക്റ്റാണോ നോക്കി ചുളിവില്ലാതെ നേരെ വെച്ച് ഈ നടുഭാഗവും ആ തയ്യലിൻ്റെ നേരെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ തയ്ച്ചു. കണ്ടോ? ഇനി എങ്ങും പോവുകയല്ലോ ഇത്. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് തയ്ക്കത്തില്ലേ. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ വശത്ത് ഈ സൈഡിൽ നിന്ന് തയ്ക്കണം. കറക്റ്റ് ക്യാൻവാസെ മുട്ടാതെ സൈഡിലൂടെ ശരിക്കും നമുക്ക് തയ്ക്കാം. ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ അഥവാ വളഞ്ഞ് വരാൻ പാടുണ്ടെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് പ്രശ്നം നേരിട്ടില്ല, ഉണ്ടെങ്കിൽ ആ പ്രഷർ ഫുട്ട് പതുക്കെ ഒന്ന് പൊക്കിയിട്ട് ചെറിയ തോതിലൊന്ന് പൊക്കിയിട്ട് അങ്ങ് തയ്ക്കണം കേട്ടോ. പൊക്കിയിട്ട് സൂചിയെ കുത്തി നിർത്തി തിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷേപ്പ് പോകും. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. മുമ്പത്തെ പോലെ 1/2 ഇഞ്ചിനും 1/4 ഇഞ്ചിനും ഇടയ്ക്ക് ഒരു ഇതിട്ട് കട്ട് ചെയ്യുന്നു. നമുക്ക് ഈ വളവുള്ള ഭാഗത്തൊക്കെ കട്ടിട്ട് കൊടുക്കാം. കട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ മൂർച്ചയുള്ള ഉപകരണമൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ബാക്കിലേക്ക് ചേർത്ത് വെക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ കഴുത്ത്. കണ്ടല്ലോ, മുമ്പ് തയ്ച്ച ഫ്രണ്ട് പാർട്ടിൻ്റെ കഴുത്ത് ഇതാണ്. പിന്നെ ബാക്ക് പാർട്ടിൻ്റെ യു കഴുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ ഒരു ലൈക്കും സപ്പോർട്ടും ഒക്കെ തരാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. തൊട്ട് പുറകെ ഇതിൻ്റെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് തരാം.